ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും കടലക്കറിയാണ്. സോഫ്റ്റ് ആയ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ സൂപ്പർ ടേസ്റ്റിയുള്ള കടലക്കറിയും കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കാം. ചെറു ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പശുവും പാലാണ്. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ പശുവും പാൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയുണ്ടല്ലോ, വറുത്ത പൊടിയാണല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിനകത്തോട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ പാലും ഈ പൊടിയും കൂടി ഒന്ന് അബ്സോർബായിട്ട് പാലിൻ്റെ ആ ഒരു ഇതൊക്കെ ചെന്നിട്ട് കറക്റ്റായിട്ടൊന്ന് മിക്സായി വരും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടാണ് കിട്ടിയത്. ഈ രീതി പുട്ടുണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല പുട്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് പാല് ചേർക്കുന്ന ആ ഒരു ഇഫക്റ്റാണ് വന്നത്. ഇതിൻ്റെ കടലക്കറിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് കടല വെള്ളത്തിലിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രാത്രിയിട്ടാണ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ സവോളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുമാതിരി വലിയൊരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് അതൊരു രീതിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കാരണം വെന്തലിഞ്ഞ് വരാനുള്ളതാണല്ലോ. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരുമാതിരി വലിയൊരു ഇഞ്ചിയുടെ പീസ്, ഒരു 5-6 വെളുത്തുള്ളിയും കൂടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്ത് പുട്ടിൻ്റെ കൂടെയുള്ള കടലക്കറിയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒത്തിരി എരിവൊന്നുമില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇപ്പോൾ മല്ലിപ്പൊടി ഞാനൊരു 4-5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് വെള്ളം ഒഴിക്കാം. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കടലയൊന്ന് മുങ്ങിക്കിടന്ന് അതിൻ്റെ പൊക്കത്തിലോട്ട് കവർ ചെയ്ത രീതിയിലുള്ള വെള്ളം കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പാലൊഴിച്ച് പൊടി കുതിർത്താൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, പുട്ട് ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നമുക്ക് സാധാരണ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന പോലെ വേണം നനച്ചെടുക്കാനായിട്ട്. ഇതിനു മുമ്പ് ഞാൻ പല രീതിയിലും പുട്ട് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതി ചെയ്തപ്പോൾ എനിക്ക് നല്ല പുട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി ചെയ്തൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നല്ലപോലെ നനച്ചെടുത്തിട്ട് ഇനി പുട്ടിൻ്റെ പൊടി നനച്ചതിൻ്റെ പാകം കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം കേട്ടോ നല്ലപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി നേരം ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇനി നമുക്കറിയാമല്ലോ, ഇനി ഒരു കാര്യവും കൂടി ചെയ്യാനുണ്ട്. പുട്ട് കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഒന്നും കൂടി മിക്സിയിലൊക്കെ അടിച്ചെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പൊടിയെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ചെറിയ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അത് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടയെല്ലാം ഉടഞ്ഞ് ഭയങ്കര സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ അത് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ പാലും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും കൂടും. അതുപോലെ പിന്നെ മിക്സിയിലൊന്നും അടിച്ചെടുക്കുമ്പോഴത്തേക്കും അത് കുറേയും കൂടി സോഫ്റ്റായിട്ട് ഇത് കിട്ടും. പുട്ടെപ്പളം എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം ആണല്ലോ കഴിക്കാൻ നല്ലതെന്ന് പറയുന്നത്. പിന്നെ കുറേ നേരം ഇരുന്നാലും ഈവൻ തണുത്തതിന് ശേഷവും പുട്ടിങ്ങനെ ഹാർഡായി പോകാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ കണ്ടോ, അതിനകത്ത് ഒരു കട്ടയുമില്ല, നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്കൊരു ശകലം എന്താ പറയുക, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം തേങ്ങ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ലേശം ഉപ്പും കൂടി ഉണ്ടെങ്കിലാണ് അതിന് നല്ല ടേസ്റ്റ് വരിക. നമുക്ക് സാധാരണ കുറ്റിയിൽ പുട്ട് എങ്ങനെയാണ് നിറയ്ക്കുന്നത്, പുട്ടും തേങ്ങ നിറയ്ക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുത്ത്
ഞാനിപ്പോൾ 3 ലെയറായിട്ട് പുട്ടിൻ്റെ ഇത് പൊടിയും തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് 3 പ്രാവശ്യമായിട്ടാണ് പൊടിയും പിന്നെ ഒരു 4 പ്രാവശ്യം തേങ്ങയും അങ്ങനെയാണ് പല പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഇപ്പോൾ നല്ല കണ്ടോ നല്ല സോഫ്റ്റായിട്ട്, ഇപ്പോൾ പൊടിയുടെ ഇത് തന്നെ ടെക്സ്ചർ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് പുട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പുട്ടിനും പൊടിയും തേങ്ങയും പൊടിയും എല്ലാം കൂടി പല ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പുട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കൊരു കാസറോളിട്ട് പുട്ട് ഞാൻ കുത്തിയെടുക്കുവാണ്. കണ്ടോ പുട്ടിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ കടല വേവിച്ച് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചാറ് നോക്കുമ്പോഴത്തേക്ക് അത്രയ്ക്കില്ല. ഇപ്പം നിങ്ങൾ ചാറ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കുറച്ച് സാധനങ്ങൾ വഴറ്റി ചേർക്കാനുണ്ട് ഇതിനകത്തോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള, ഒരു ചെറിയൊരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. കടലക്കറിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രിപ്പറേഷനായിട്ട് ചെയ്യുവാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് തക്കാളിയും കൂടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കുറച്ച് മതി. ഒരു ചെറിയ സവോളയുടെ പകുതി, അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ കുഞ്ഞു തക്കാളിയാണ്, അതും കൂടി ചേർത്ത് കുറച്ചും കൂടി മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴറ്റി നമ്മൾ അതിനകത്തോട്ട് ചേർക്കുവാണ്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാൽ കുറച്ച് മതി, കുറച്ച് ചേർക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും തലപ്പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കറി നിർത്തുവാണ്. കണ്ടോ ഇതിന് എത്രത്തോളം നമ്മൾക്ക് ഇപ്പം ഈ ഒരു നീട്ടത്തിലാണ് ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ നീട്ടം കൂടുതൽ വേണോ കുറവ് വേണോ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത്. അത് കഴിഞ്ഞ് 2-3 വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുത്ത്, അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കടലക്കറി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറിക്ക്, നല്ല രുചിയുണ്ട്. കാരണം നമ്മൾ തേങ്ങാപ്പാലും പിന്നെ അതിന് ശേഷം അങ്ങനെ മസാലയൊക്കെ വടിച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചിയുള്ളൊരു കടലക്കറിയാണ്. അപ്പം നമ്മുടെ പുട്ടും കടലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.